Hello dear students. Next we are going to deal with the last disk scheduling algorithm, which is CLOOK. C stands for circular. So circular look algorithm. Look algorithm എന്തായിരുന്നു? Look algorithm means head ഒരു പൊസിഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു end of the ഡിസ്കിലെത്തും. End of the ഡിസ്കിലെത്തിയിട്ട് then returns to the other end of the disk move ചെയ്യും. other end of the disk move ചെയ്യും. സർവീസ് ചെയ്യാത്ത റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ സർവീസ് ചെയ്യും. Okay, this is look algorithm. So circular look algorithm is an improved version of look algorithm. The head starts from the first request at one end of the disk. First request എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു end of the diskലെത്തും. It moves towards the last request at the other end. എന്നിട്ട് അതർ എൻഡിലുള്ള ലാസ്റ്റ് റിക്വസ്റ്റ് വരെ സെർവ് ചെയ്യും. ആഫ്റ്റർ റീച്ചിങ് ദ ലാസ്റ്റ് റിക്വസ്റ്റ് അറ്റ് ദ അതർ എൻഡ് ഹെഡ് റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ. ലാസ്റ്റ് റിക്വസ്റ്റ് ഉള്ള അതർ ഹെഡിലുള്ള ലാസ്റ്റ് റിക്വസ്റ്റ് വരെ എത്തിക്കഴിഞ്ഞാൽ ഹെഡ് എന്ത് ചെയ്യും? ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. Then it returns to the first request at the starting end without servicing any request in between. The C scan പോലെ തന്നെയാണ്. ഒരു എൻഡിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് റിക്വസ്റ്റ് അറ്റ് ദ അതർ എൻഡ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് എന്ത് ചെയ്യും? റിവേഴ്സസ് ഇസ് ഡയറക്ഷൻ ആൻഡ് റിട്ടേൺസ് ടു ദ ഫസ്റ്റ് റിക്വസ്റ്റ് അറ്റ് ദ സ്റ്റാർട്ടിങ് എൻഡ്. ഫസ്റ്റ് റിക്വസ്റ്റിലോട്ട് പോകും വിത്തൗട്ട് സർവീസിങ് എനി റിക്വസ്റ്റ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സോ വാട്ട് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് algorithm? It does not cause the head to move till the end of the disk when there are no requests to be serviced. ഒരു റിക്വസ്റ്റും സർവീസ് ചെയ്യാനില്ലെങ്കിൽ ഹെഡ് എൻഡ് ഓഫ് ദ ഡിസ്ക് മൂവ് ചെയ്യത്തില്ല. Then it reduces the waiting time of the cylinder. Then it provides better performance as compared to look algorithm. It does not lead to starvation. So what is the disadvantage of this? There is an overhead of finding the end request. End requesറ്റിന് overhead ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ചെയ്യാനുള്ള overhead ഉണ്ട്. സോ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ സെയിം പ്രോബ്ലം തന്നെയാണ് നമ്മൾ സി ലുക്ക് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ റിക്വസ്റ്റ് നമ്മളെല്ലാം ഇൻക്രീസിങ് ഓർഡറിൽ വരച്ചിട്ടുണ്ട്. ദെൻ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് റിക്വസ്റ്റ് 53 നിന്നും ഒരു ആ എൻഡിൽ കൂടെ ഹെഡ് മൂവ്സ് ഫ്രം ദ സ്റ്റാർട്ട് ഫസ്റ്റ് റിക്വസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് വരെ എത്തും. മീൻസ് എൻഡ് ഓഫ് ദ ഡിസ്ക് അല്ല, ലാസ്റ്റ് റിക്വസ്റ്റ് വരെ എത്തും. ആ ഡയറക്ഷനിലുള്ള ലാസ്റ്റ് റിക്വസ്റ്റ് വരെ എത്തും. ഈ ലാസ്റ്റ് റിക്വസ്റ്റ് വരെ എത്തിക്കഴിഞ്ഞാൽ ഹെഡ് എന്ത് ചെയ്യും? ജസ്റ്റ് റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ ടു ദ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് അടുത്ത ഏത് റിക്വസ്റ്റാണ്, റിവേഴ്സിലുള്ള ഏത് റിക്വസ്റ്റാണ് ഫസ്റ്റ് റിക്വസ്റ്റ്, അതിനെ സർവീസ് ചെയ്യും. ദെൻ ദ നെക്സ്റ്റ് റിക്വസ്റ്റ്, പെൻഡിങ് ആയിട്ടുള്ള റിക്വസ്റ്റ് എല്ലാം സർവീസ് ചെയ്യും. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ സി ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് അതർ എൻഡ് വരെ എത്തിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഹെഡ് റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ. എന്നിട്ട് എന്ത് കിട്ടും? സർവീസസ് ദ ഫസ്റ്റ്. ആ ഒരു റിവേഴ്സ് ചെയ്യുമ്പോഴുള്ള ആ ഫസ്റ്റ് റിക്വസ്റ്റിനെ സർവീസ് ചെയ്യും. ഓക്കെ, സോ ഇത് നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ ഹെഡ് മൂവ്മെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹെഡ് മൂവ്മെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ അതേപോലെ തന്നെയാണ്. ഫസ്റ്റ് വൺ ഇസ് 65 minus 53, then 67 minus 60, then 98 minus 67, then 122 minus 98, then 124 minus 22, then 183 minus 124, then 199 minus 14, 199 minus 14. ഇവിടെ വല്ല സർവീസ് ചെയ്യുന്നുണ്ടോ? റിക്വസ്റ്റ് ഇല്ല. അപ്പോൾ ഇവിടെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. കാരണം ഹെഡ് ഇവിടെ നിന്നും ഡയറക്റ്റ് എൻഡ് ഓഫ് ദ ഡിസ്ക് അല്ല,
നോർമലി സി സ്കാൻ ആണെങ്കിൽ എൻഡ് ഓഫ് ദ ഡിസ്കിലോട്ടാണ് പോകുന്നത് ഇവിടെ. ബട്ട് ഇൻ സി ലുക്കിൽ അതർ എൻഡിലുള്ള ഫസ്റ്റ് റിക്വസ്റ്റ് ആയിരിക്കും സർവീസ് ചെയ്യുന്നത്. സോ 180 അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള റിക്വസ്റ്റ് ഒന്നും സർവീസ് ചെയ്യത്തില്ല. സോ ഈ ഒരു റിക്വസ്റ്റ് സർവീസ് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് 183 മൈനസ് 114. നെക്സ്റ്റ് വൺ ഇസ് 41 മൈനസ് 14. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 326 കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബിറ്റ്വീൻ തിരിച്ചു പോകുമ്പോൾ എൻഡ് ഓഫ് ദ ഡിസ്ക് അല്ല പോകുന്നത്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡിസ്ക് അല്ല പോകുന്നത്. ഓക്കെ, എവിടെയാണെങ്കിൽ എൻഡ് ഓഫ് ദ ഡിസ്കിൽ പോകത്തില്ല, അതർ എൻഡിലുള്ള ഫസ്റ്റ് റിക്വസ്റ്റിനെ സർവീസ് ചെയ്യും. ബട്ട് ഇൻ സി സ്കാൻ നോക്കിക്കേ, സി സ്കാനിൽ എങ്ങനെയായിരുന്നു? അത് വെച്ചാൽ അതർ എൻഡ് ഓഫ് ദ ഡിസ്ക് വെച്ചാൽ വൺ എൻഡ് ഓഫ് ദ ഡിസ്കിൽ എത്തിക്കഴിഞ്ഞാൽ, ഇവിടെ വൺ എൻഡ് ഓഫ് ദ ഡിസ്കിൽ എത്തിക്കഴിഞ്ഞാൽ അത് ബിഗിനിങ് ഓഫ് ദ ഡിസ്കിൻ്റെ ബിഗിനിങ്ങിലോട്ട് എത്തും. അവിടെ നിന്നാണ് ഫസ്റ്റ് റിക്വസ്റ്റിനെ സർവീസ് ചെയ്യുന്നത്. ഇവിടെ ബിഗിനിങ്ങിലോട്ട് പോകത്തില്ല, ജസ്റ്റ് ആ റിക്വസ്റ്റിലോട്ടേ പോകത്തുള്ളൂ. അതായത് ഇവിടെ നിന്ന് നേരെ ലാസ്റ്റ് റിക്വസ്റ്റ് 183 ഡയറക്റ്റ് 14ലോട്ടേ പോകത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. സ്കാൻ അൽഗോരിതം എന്ന് പറയുമ്പോഴത്തേക്ക് എൻഡ് ഓഫ് ദ ഡിസ്കിൽ പോകും. എൻഡ് ഓഫ് ദ റിക്വസ്റ്റ് അല്ല, എൻഡ് ഓഫ് ദ ഡിസ്കിൽ പോയിട്ട് തിരിച്ചെന്ത് ചെയ്യും? ബിഗിനിങ് ഓഫ് ദ ഡിസ്കിൽ വരും. ബട്ട് ഇൻ സി ലുക്ക് അൽഗോരിതത്തിൽ ഇവിടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡിസ്ക് അല്ല, എൻഡ് ഓഫ് ദ റിക്വസ്റ്റാണ്. റിക്വസ്റ്റിൻ്റെ എൻഡിൽ വന്നിട്ട് ബിഗിനിങ് ഓഫ് ദ ഡിസ്കിൽ പോകും. ബിഗിനിങ് ഓഫ് ദ ഡിസ്കിലല്ല, ബിഗിനിങ് ഓഫ് ദ റിക്വസ്റ്റ്. ആദ്യം വന്ന് ആദ്യത്തെ റിക്വസ്റ്റിന് സർവീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് സി സ്കാനും സി ലുക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു.